അല്ലാഹു സുബ്ഹാനഹു വ തആല ഞെരുങ്ങിയ ജീവിതം, ഇടുക്കമുള്ള ജീവിതം, മനക്ലേശങ്ങളും പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഉള്ള ജീവിതം, അതാരുടെ ജീവിതമായിട്ടാണ് പറഞ്ഞത് ഖുർആനിലൂടെ. സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എന്റെ ഉത്ബോധനത്തിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന്, അവന്റെ കലാമായ സംസാരമായ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന്, ദീനിന്റെ മാർഗദർശനങ്ങളിൽ നിന്ന് ആരാണോ പുറംതിരിഞ്ഞത്, അള്ളാഹുവിനെ മറന്നു, അവന്റെ റസൂലിനെ മറന്നു, അവരുടെ ജീവിത വിജയമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ കൈവടിഞ്ഞ് ആര് പുറംതിരിയുന്നുവോ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവനാണ് ഇടുങ്ങിയ ജീവിതം, അവനാണ് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതപൂർണമായ ജീവിതം. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, അല്ലാഹു പറയുന്നു, അവരെ നാം ഖിയാമത്ത് നാളിൽ, പരലോക നാളിൽ അന്ധരായി, കാഴ്ചയില്ലാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. കാരണം എന്താണ്? ദുനിയാവിൽ ജീവിച്ച കാലത്തോളം അവർ കാണേണ്ടത് കണ്ടിട്ടില്ല, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ അവർ കണ്ടില്ല, ശ്രവിച്ചില്ല, മനസ്സിലാക്കിയില്ല, ഇസ്ലാമിന്റെ പാഠങ്ങൾ അവർ അന്വേഷിച്ചില്ല, അവർ തിരിച്ചറിഞ്ഞില്ല, ദീനിന്റെ നന്മകളിൽ അവർക്ക് ഉൾക്കാഴ്ചയുണ്ടായില്ല. അതുകൊണ്ട് പരലോകത്ത് അന്ധത ബാധിച്ചവരായി അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇടുങ്ങിയ ജീവിതം അള്ളാഹുവിനെ മറന്നവർക്കാണ്, അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിഞ്ഞവർക്കാണ്, വിശ്വാസമില്ലാത്തവർക്കാണ്, തൗഹീദില്ലാത്തവർക്കാണ്, നന്മകൾ ജീവിതത്തിൽ തൊട്ടു തീണ്ടാത്തവർക്കാണ്. അവർക്കിടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിക്കവേ ഖുർആൻ വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകൾ പറഞ്ഞു, മഈശതൻ ദയ്യിഖതൻ ഫി ദുനിയ വഫി ബർസഖ്. ദുനിയാവിലും അവരുടെ ജീവിതം ഞെരുങ്ങിയിട്ടായിരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഖബറും അവർക്ക് മേലിടുന്നു. ഖബറിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, മരണത്തോടുകൂടി അവർ അത് അനുഭവിക്കും. ദുനിയാവിൽ ചിലപ്പോൾ ആളുകൾക്ക് മുമ്പിൽ വലിയ സമ്പന്നരായേക്കാം, ഉന്നത സ്ഥാനീയരായേക്കാം, നേതാക്കളായിരിക്കാം, ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സെലിബ്രിറ്റികളായേക്കാം. പക്ഷേ നാം കേൾക്കുന്നു, വായിക്കുന്നു, അറിയുന്നു, അവരിൽ പലരും, പ്രസിദ്ധരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പലരും, ദുനിയാവിന്റെ എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന, അപരിമിക്കുന്ന പലരും ഒരു ദുർബല നിമിഷത്തിൽ ഈ ഞെരുക്കം അവരുടെ ജീവിതത്തെ കാർന്നു തിന്നുകയും ഒരു കയറിന്റെ തുരുമ്പിൽ, അതല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ ആത്മഹത്യാ പ്രേരണയിൽ അവർ ജീവിതം ഒടുക്കുന്നതായി നമ്മൾ കാണുന്നു. കാരണം ഇസ്ലാമിനെ, ഈമാനിനെ, തൗഹീദിനെ അവർ പുൽകിയിട്ടില്ല. ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന വിഷമങ്ങൾ, അതിന് ശാശ്വതമായ പരിഹാരമേകുന്ന മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല, ആ ചികിത്സ അവർ തേടിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിന്റെ ആമുഖമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈമാനുള്ളവർക്ക്, തൗഹീദുള്ളവർക്ക്, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക്, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർക്ക്, പരലോക ബോധമുള്ളവർക്ക്, സ്വർഗ നരകങ്ങളിൽ ഈമാനുള്ളവർക്കാണ് സമാധാനം കൈവരുക. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾ സ്വസ്ഥമാകുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരുക. ഹൃദയങ്ങളെ പടച്ച റബ്ബ്, ഹൃദയങ്ങളുടെ സൃഷ്ടാവ്, മനസ്സിനെ പടച്ചവൻ, അവനെക്കുറിച്ചുള്ള സ്മരണയിലെ മനസ്സകങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ, ഹൃദയങ്ങൾക്ക് സ്വസ്ഥത കൈവരുകയുള്ളൂ. ഹൃദയം, മനസ്സകം ചിന്തകൾ കൊണ്ട്, ആകുലതകൾ കൊണ്ട്, ഉത്കണ്ഠകൾ കൊണ്ട് വിഷാദം വരിഞ്ഞു മുറുക്കി, മാനസിക സംഘർഷങ്ങളാൽ കടുത്തുപോയി, ഞെരുങ്ങിപ്പോയി പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിലേക്കുള്ള മനസ്സിന്റെ തേട്ടം, അള്ളാഹുവിലേക്കുള്ള അവലംബം, അവനേക്കുള്ള അഭയം പ്രാപിക്കൽ, അവനോടുള്ള രക്ഷാതേട്ടം, അത് ഹൃദയത്തിന് ലഭിക്കുന്ന സമാധാനം, ഹൃദയത്തിന് സമ്മാനിക്കുന്ന സ്വസ്ഥത, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ വർണ്ണനാതീതമായ അവസ്ഥയാണ്. അതനുഭവിക്കുന്ന മുഅ്മിനിന് അതനുഭവിക്കാൻ സാധിക്കും.